Hi students, welcome to our channel. ഇന്ന് നമ്മൾ 10th CBSE പോളിനോമിയൽസ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ റിയൽ നമ്പേഴ്സിലെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതായത് റിയൽ നമ്പേഴ്സിൽ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ്, പിന്നെ യൂക്ലിഡ്സ് അൽഗരിതം, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ, പിന്നെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ആ വീഡിയോസൊക്കെ എടുത്ത് കാണണം, ആ ഓർഡറിൽ പഠിച്ചു പോകണം, എന്നാലാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽസാണ്. പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽസ് ആർ ദി എക്സ്പ്രഷൻസ് യൂസിങ് നമ്പേഴ്സ് ആൻഡ് വേരിയബിൾസ്. നമ്പേഴ്സും വേരിയബിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന എക്സ്പ്രഷൻസാണ് പോളിനോമിയൽസ്. അതിന് എക്സാമ്പിൾസ് 2x + 3. 2x + 3 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. അതുപോലെ തന്നെ x² - 5x + 6 ഇതൊരു പോളിനോമിയലാണ്. പോളിനോമിയലിന് ഓരോ പോളിനോമിയലിനും ഓരോ ഡിഗ്രി ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്, ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവറാണ് ഈ എക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് പവറായിരിക്കും അതിൻ്റെ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി ആയിട്ട് വരുന്നത്. അതായത് ഇവിടെ 3 ടേംസ് ഉണ്ട്. x² എന്ന് പറയുന്ന ടേം, -5x + 6, ഈ 3 ടേമിലും എക്സിന് ഓരോ ഡിഫറെൻറ്റ് പവേഴ്സാണുള്ളത്. അതായത് ഇവിടെ എക്സിൻ്റെ പവർ 2 ആണ്, ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. പക്ഷേ ഈ ഒരു പോളിനോമിയലിൽ ഗ്രേറ്റസ്റ്റ് പവർ, എക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് പവറായിരിക്കും ആ പോളിനോമിയലിൻ്റെ പവറായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ 2x + 3 എന്ന് പറയുന്നത് ഇവിടെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ x³ - 3x² + 2x + 1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് എക്സിലെ ഈ പോളിനോമിയൽ എക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഇസ് 3. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി പോളിനോമിയൽ ആവാനായിട്ട് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 1/x + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പോളിനോമിയലല്ല. ഇങ്ങനെ ഡിനോമിനേറ്ററായിട്ട് വരുന്നതൊന്നും പോളിനോമിയലല്ല. അപ്പോൾ ഒരു പോളിനോമിയൽ ആവാൻ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിഗ്രി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അതായത് 0 to 1 2 3 etc. ഇതിലേതെങ്കിലും ആയിരിക്കണം അതിൻ്റെ പവറായിട്ട് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇത് മുകളിലേക്കൊക്കെ വരുമ്പോൾ അത് നെഗറ്റീവായി മാറും. അപ്പോൾ അതുകൊണ്ട് അതൊരു പോളിനോമിയലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x⁻² ആണ്. x⁻² എന്ന് പറയുന്ന ഒരു പോളിനോമിയലല്ല. കാരണം 1/2 ഇസ് നോട്ട് ആൻ ഇൻറ്റിജർ. ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 to 1 2 3 etc. അതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പോളിനോമിയലല്ല, ഇതും പോളിനോമിയലല്ല. അതുപോലെ 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അതൊരു പോളിനോമിയലാണ്. കാരണം നമുക്കതിനെ 3 × x⁻0 എന്ന് എഴുതാം. 3 × x⁻, നമുക്ക് അറിയാം ഏത് നമ്പർ ⁻0 വന്നാലും 1 ആണ്. അതായത് ഇപ്പോൾ 2⁻0 1 ആണ്, 5⁻0 1 ആണ്. അതുപോലെ വേരിയബിൾ എടുത്താലും x⁻0 എന്ന് പറയുന്നത് 1 ആണ്, y⁻0 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ 3 × x⁻0 എന്ന് എഴുതാം. ഇവിടെ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആണ്. 0 ഈസ് എൻ ഇൻറ്റിജർ, therefore it is a polynomial. അപ്പോൾ കോൺസ്റ്റൻസ് ആർ പോളിനോമിയൽസ്, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ്. പിന്നെ 1/x + 2 എന്ന് പറയുന്നതും x⁻1/2 എന്ന് പറയുന്നതും പോളിനോമിയൽസ് അല്ല. ഇനി പോളിനോമിയൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രീസ് മാറുന്നതനുസരിച്ച് അതിൻ്റെ പേര് മാറുന്നു. ഇപ്പോൾ ലീനിയർ പോളിനോമിയൽ, ലീനിയർ ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. ഇപ്പോൾ 2x + 3 എന്ന് പറയുന്നത് ലീനിയർ പോളിനോമിയലാണ്. അതുപോലെ തന്നെ 5x + 7 ഇതൊക്കെ ലീനിയർ പോളിനോമിയൽസ് ആണ്. ഇനി ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി 1 ആയിരിക്കും. ഇനി ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ എഴുതിയ പോളിനോമിയൽ തന്നെ എഴുതാം. x² - 5x + 6 എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഇവിടെ നമുക്കറിയാം എക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് 2 ആണ് ഇതിൻ്റെ ഡിഗ്രി. ഇനി
ക്യൂബിക് പോളിനോമിയൽസ്. ക്യൂബിക് പോളിനോമിയൽസ് എന്ന് പറയാം, പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ക്യൂബിക് പോളിനോമിയൽസ്. ഡിഗ്രി ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ ഈസ് 3. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു ക്യൂബിക് പോളിനോമിയലാണ്. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ ഡിഗ്രി 3 ആയതാണ് ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ. ഇനി ഡിഗ്രി 4 ആണെങ്കിൽ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി 4 ആയിരിക്കും. അപ്പോൾ x⁴ പ്ലസ് 5x³ പ്ലസ് 2y² പ്ലസ് 1. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സിൻ്റെ ടേം 4നേക്കാളും താഴെയുള്ള ഏതെങ്കിലും ഒരു ടേം ഇല്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ്, സീറോസ് ഓഫ് എ പോളിനോമിയൽ. What is zeros of a polynomial? A real number k is said to be a zero of the polynomial if p of x if p of k equal to 0. അതായത് k എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ, k be a real number, ആ നമ്പർ ഒരു 0 ആവണമെങ്കിൽ, അതായത് പി ഓഫ് എക്സ്, നമ്മൾ പോളിനോമിയൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പി ഓഫ് എക്സ് എന്നാണ്. കാരണം നമ്മുടെ എക്സ് വെച്ചിട്ടുള്ള വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ അത് നമ്മൾ പി ഓഫ് എക്സ് എന്നാണ് പറയാറ്. അപ്പോൾ പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയലിൻ്റെ 0 കെ ആവണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? പി ഓഫ് കെ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ, ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു x+3 ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു x+3. ഇവിടെ നമുക്ക് ഇതിൻ്റെ 0 കണ്ടുപിടിക്കാം. ഇപ്പോൾ പി ഓഫ് ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു -3, എക്സിന് -3 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, പി ഓഫ് കേക്ക് വരെ എഴുതാം പി ഓഫ് -3. പി ഓഫ് -3 ഇട്ടാൽ ഈ എക്സ്പ്രഷനിൽ എക്സിൻ്റെ പ്ലേസിൽ -3 ഇട്ട് കൊടുക്കാം. -3 + 3 അപ്പോൾ ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം പി ഓഫ് -3 കൊടുത്തപ്പോൾ ഈ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയി. അതിനർത്ഥം -3 ഈസ് ദ 0 ഓഫ് ദി പോളിനോമിയൽ x+3. അപ്പോൾ ഏത് വാല്യൂ, എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ 0 ആയി മാറുന്നത്, ആ വാല്യൂ ആയിരിക്കും 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 5 + x+5. ഇതിൻ്റെ 0 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആദ്യം x+5 = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ x = 0 - 5 = -5. ഇങ്ങനെയാണ് നമ്മൾ 0 ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് 2 zeros ഉണ്ടാവും. അത് നമ്മൾ മറ്റേ ഫാക്ടറൈസേഷനൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലീനിയർ പോളിനോമിയലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദി സീറോസ് ഓഫ് എ പോളിനോമിയൽ. അതായത് ജോമെട്രിക്കൽ മീനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ഒരു ഗ്രാഫിൽ നിന്നും അതിൻ്റെ സീറോസിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു പോളിനോമിയൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ നിന്നും നമുക്ക് അതിന് എത്ര സീറോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്നാണ് എടുക്കാറ്. എക്സ് വിത്ത് വേരിയബിൾ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അതായത് എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ വൈ ഒരു വാല്യൂ കിട്ടും. അതായത് ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു x+3. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 + 3 = 4. അപ്പോൾ ഈ 4നെ നമ്മൾ y ആയിട്ട് എടുക്കണം. അതായത് when x = 1 y = 4. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പോയിൻ്റായിട്ട് എടുക്കേണ്ടത് 1, 4 ഇങ്ങനെയാണ് ഇതിൻ്റെ പോയിൻ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ when x = 2, എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ y = 2 + 3 = 5. അപ്പോൾ x 2 കൊടുത്തപ്പോൾ yക്ക് 5 കിട്ടി. 2, 5.
അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോയിൻറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് എങ്ങനെയാണ് സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എഴുതുകയാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു വൈ, അതായത് പി ഓഫ് എക്സിനെ വൈ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്, ഈക്വൽ ടു എക്സ് പ്ലസ് 3. ഇവിടെ വൈ ഈക്വൽ ടു 0 ആവുന്നത് ആണ് സീറോസ്, അപ്പോഴുള്ള എക്സിൻ്റെ വാല്യൂ ആണ് 0 ഓഫ് ദി പോളിനോമിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്. നമുക്കറിയാം ഈ എക്സ് ആക്സിസിൻ്റെ എല്ലാ വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ്, അതായത് ഇപ്പോൾ ഇവിടെ 1 ആണ്, 2, 3, 4 ഇങ്ങനെ പോയാൽ -1, -2, -3 ഇങ്ങനെ പോയാൽ ഇവിടെ 1ൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1,0 ആണ്, 1,0. 2ൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2,0 ആണ്, നമുക്കറിയാം. 3ൻ്റെ കോർഡിനേറ്റ്സ് 3,0 ആണ്. ഇനി ഇപ്പുറത്തേക്ക് എടുത്താൽ -1,0 ആയിരിക്കും. ഇത് -2,0, -3,0. അതായത് എക്സ് ആക്സിസിൽ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ y = x+3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, ഒരു എക്സ്പ്രഷൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഇത് ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട്, ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയതെങ്കിൽ, ഇങ്ങനൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടിയെങ്കിൽ ഇവിടെ രണ്ട് സ്ഥലത്ത് ഈ ലൈൻ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, എക്സ് ആക്സിസിലാണ് വൈ കോർഡിനേറ്റ് 0 ആകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതായത് ഇവിടുത്തെ എക്സിന് ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് അത് ചെയ്യുമ്പോൾ നമുക്ക് വൈ കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ പോയിന്റിൽ വരുന്ന എക്സ് കോർഡിനേറ്റാണ് 0 ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ ലീനിയർ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ ആ എക്സ് കോർഡിനേറ്റ്, അവിടെ ആ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ -2, 0 ആണ് ഈ ഒരു പോയിൻ്റെങ്കിൽ ഇതിൻ്റെ 0 എന്ന് പറയുന്നത് -2 ആയിരിക്കും. -2 ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതായത് ഡിഗ്രി 2 ഉള്ള പോളിനോമിയലാണ് ഇതിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നതിൽ മിക്കവാറും നമുക്ക് ഇങ്ങനത്തെ ഗ്രാഫായിരിക്കും. അതായത് മുകളിലേക്ക് ഓപ്പൺ അപ്വേർഡ് ഓർ ഓപ്പൺ ഡൗൺവേർഡ്സ്, അങ്ങനത്തെ ഏതെങ്കിലും ഗ്രാഫായിരിക്കും വരുന്നത്. ഇതിന് പരാബോള എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്, പരാബോളാസ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയലാണെങ്കിൽ 2 സീറോസ് ഉണ്ടായിരിക്കും. ഡിഗ്രി 2 ആയതുകൊണ്ട് 2 സീറോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതായത് ഇവിടെ ഈ 2 പോയിന്റിൽ മാക്സിമം 2 സീറോസാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ 2 പോയിന്റിൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, ഇവിടെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഇങ്ങനെ ഫിഗറൊക്കെ തന്നിട്ട് എത്ര സീറോസ് ഉണ്ട് അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് പറയാം ഇതിന് 2 സീറോസ് ആണുള്ളത്. ഇനി ചില ഫിഗറുകൾ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ പോകുന്ന രീതിയിൽ ഇങ്ങനത്തെ ഫിഗേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. ക്വസ്റ്റ്യൻ തരുന്നതിന് ഹൗ മെനി സീറോസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4, 5. അപ്പോൾ ഈ ഒരു പോളിനോമിയലിന് 5 സീറോസാണുള്ളത്. അപ്പോൾ ഇവിടെ എത്ര സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ടോ അത്രയും സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ആ കട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ചില ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്യാതെ ചിലപ്പോൾ ഉണ്ടാവും. അതായത് ഇപ്പം ഇങ്ങനെ ഒരു പരാബോള ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല, എക്സ് ആക്സിസിൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നോ സീറോസ് എന്നാണ് ഇവിടെ നമുക്ക് പറയുന്നത്. വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വൈ ആക്സിസിനെ കട്ട് ചെയ്താൽ അത് x = 0 വരുള്ളൂ. എക്സ് ആക്സിസിനെ കട്ട് ചെയ്താലാണ് y = 0 വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യാത്തത് കൊണ്ട് പോളിനോമിയൽ ഹാവ് നോ സീറോസ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. പിന്നെ നമുക്കിനി അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയലൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോസൊക്കെ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.